എവരിവൺ വെൽക്കം ബാക്ക്. SJ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഗ്രാമർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അറിയാം, ഇത്രയും യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്, 5 യൂണിറ്റ്സ് അല്ലെ. അതിനകത്ത് ഇത്രയും ഡിസ്കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇതാണ്. ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ആണ് അവർ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിലബസ് നമ്മളോട് സംസാരിക്കുന്നത് ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ആണ്. അതിൽ എഡിറ്റിംഗ് വരുന്നുണ്ട്, കോഹസീവ് വോയിസ് വരുന്നുണ്ട്, ഫ്രേസൽ വേർബ്സ് വരുന്നുണ്ട്, ഓക്സിലറി വേർബ്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസ്റ്റ് ടെൻസ്. ഈ പാസ്റ്റ് ടെൻസും അതുപോലെ തന്നെ ഈ ഓക്സിലറി വേർബ്സ് ഒക്കെ നമുക്ക് എഡിറ്റിംഗിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ വളരെയധികം കോമൺ ആയിട്ട് ഇതിനകത്തൊന്നും ഒരുപാട് തവണ ചോദിച്ചുകൊണ്ട് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്ന് എഡിറ്റിംഗ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടെന്ന് പറയാം. റീസെൻ്റ്ലി നമ്മൾ കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിൽ എന്ന് വെച്ചാൽ 2023, 2024 കഴിഞ്ഞ പബ്ലിക് എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് 10 മാർക്കാണ്, 80-ൽ 10 മാർക്കാണ് ഗ്രാമർ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു നമ്പറാണ് അല്ലേ. 10 മാർക്കിൻ്റെ ഗ്രാമറാണ് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ ഏരിയസ് നിന്നാണ് വന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ള നമുക്ക് ഏകദേശം ധാരണ കിട്ടും. എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം 2024 പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് പോകാം. ഇത് നോക്കുക, ഒരു ഫ്രേസൽ വേർബ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഐ ഡാഷ് മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക്, റൺ ഔട്ട്, ക്യാരി അവേ, ലുക്ക് ഫോർവേഡ് ടു, ദെൻ പുട്ട് അപ്പ് വിത്ത്. ഇങ്ങനെയുള്ള 4 വേർഡ്സ് വന്നിട്ട് 4 ഫ്രേസൽ വേർബ്സ് വന്നിട്ട് നമ്മൾ 2 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്, 2 മാർക്കാണ്. അവിടെ എന്തായിരിക്കും ഐ ഡാഷ് മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക് എന്ന് വെച്ചാൽ അവിടെ വേറെ ഒന്നുമല്ല, ഞാൻ നിന്നെ ഉറ്റുനോക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നിന്നെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു, അതാണ് അവിടെ കറക്റ്റ് ഫ്രേസൽ വേർബ് വരുന്നത്. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഷീ ഡാഷ് ഹർ നോയ്സി നൈബേഴ്സ്. എങ്ങനെയാണ് അവളുടെ നോയ്സി നൈബേഴ്സിനെ എന്ത് ചെയ്യുന്നത് സഹിക്കുന്നതായിരിക്കണം വരുന്നത് അല്ലേ. റൺ ഔട്ട് ഓഫ്, തീർന്നു പോവുക, ക്യാരി അവേ, അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ടു, അല്ലെങ്കിൽ പുട്ട് അപ്പ് വിത്ത്. ഏതാണ് അവിടെ കറക്റ്റ്? പുട്ട് അപ്പ് വിത്ത് നമുക്കറിയാം ടോളറേറ്റ് ആണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ടോളറേറ്റ് ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഈ ഫ്രേസൽ വേർബ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏതെല്ലാമാണ് വളരെ കോമൺ ആയിട്ട് നമ്മളോട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചത്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മെഗാ മാരത്തോണിലുണ്ട്, അതുപോലെ തന്നെ 1-ാം തീയതി ലൈവിലും നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് മിസ് ദ ലൈവ്. ഓക്കെ, ഇനി അതേ വർഷം തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് 10ാമത്തെ ചോദ്യം നോക്കുക. അവിടെ അത് ഗ്രാമർ പാർട്ട് അല്ലെങ്കിലും ഒരു അഡ്വൈസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് റെഗുലർ ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അഡ്വൈസ് എന്താണെന്നൊക്കെ നമ്മൾ ആ ടോപ്പിക്കിൽ ഈ ഗ്രാമർ റൈറ്റിങ്ങിൽ പറയും. ഓക്കെ, അത് എങ്ങനെയൊക്കെ എഴുതേണ്ടത്, അവിടെ ഗ്രാമർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, നമ്മൾ യു ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ എന്ത് വരാൻ പാടില്ല, എന്ത് എഴുതാൻ പാടില്ല, എന്തൊക്കെ എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. അഡ്വൈസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആർഗ്യുമെന്റ്സ് എഴുതാനും ചോദിക്കാറുണ്ട്. അതാണ് 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഗിവ് യുവർ റെസ്പോൺസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. 12ാമത്തെ ചോദ്യം നോക്കുക, നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അവിടെ ആക്ടിവിറ്റീസ് ദാറ്റ് ഡാഷ് ഡിവാസ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിവാസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സൊസൈറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് ഡാഷ് കണ്ടിന്യൂ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അൺഅബേറ്റഡ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക് എക്സാമിനേഷൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഇവിടെ ചോദിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കോൺകോഡ് ആണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. എന്താ കോൺകോഡ് എന്ന് പറയുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഒരു ചോദ്യമാണ് കോൺകോഡ്. കോൺകോഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ ഹി ഈസ് എന്നാണ് നമ്മൾ പറയുക, ദേ ആർ എന്നാണ് നമ്മൾ പറയുക അല്ലെ. ഹി പ്ലേസ് എന്നാണ് നമ്മൾ പറയുക, ദേ പ്ലേ എന്നാണ് നമ്മൾ പറയുക. ഇതാണ് അവിടെ സംഭവം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് ആണോ ഡിവാസ്റ്റേറ്റ്സ് ആണോ വരിക ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ, ഹി ആണെങ്കിൽ സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ നമ്മൾ പ്ലേസ് എന്നാണ് പറയുക. അങ്ങനെ ആലോചിച്ചാൽ മതി. എസ് ഫോർ സിംഗുലർ എന്ന് ആലോചിച്ചാൽ മതി. കുറേ ആൾക്കാരുണ്ടെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പ്ലേ എന്നാണ് പറയുക. പ്ലേ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് കാണുമ്പോൾ കുറേ എണ്ണം ഉണ്ട് അല്ലേ. ആക്ടിവിറ്റീസ് നമ്മുടെ പ്ലൂറലാണ്. അപ്പോൾ ഡിവാസ്റ്റേറ്റ് ആണോ വരിക അല്ലെങ്കിൽ ഡിവാസ്റ്റേറ്റ്സ് ആണോ വരിക? എസ് ഫോർ സിംഗുലർ ആണ് സാർ അല്ലേ. അപ്പോൾ ഡിവാസ്റ്റേറ്റ് ആണ് വരിക. പ്ലൂറൽ ആയിട്ടുള്ള വേർഡ് ഏതാണ്? ഡിവാസ്റ്റേറ്റ് ആണ്. പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ഡിവാസ്റ്റേറ്റ് ആണ്. അപ്പോൾ പ്ലൂറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ സബ്ജക്റ്റിൻ്റെ ശേഷം നമ്മൾ വേർബ് ഉപയോഗിക്കുമ്പോൾ അത് പ്ലൂറൽ തന്നെ ആയിരിക്കണം. അതാണ് ഡിവാസ്റ്റേറ്റ് എന്ന് ഉപയോഗിച്ചത്. നെക്സ്റ്റ്, അതുപോലെ അതിനുശേഷമുള്ള ഭാഗം, ദ സൊസൈറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്
ഡാഷ് അൺഎബേറ്റഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് കണ്ടിന്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും രണ്ട് കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇപ്പോഴും പ്ലൂറൽ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും എന്ത് വരില്ല, സിംഗുലർ വരില്ല, എന്ത് തന്നെയാണ്, കണ്ടിന്യൂ തന്നെയാണ് ആൻസർ വരിക. ഇതും ഞാൻ പറഞ്ഞതുപോലെ ഒരു വാസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ഈ കോൺകോർഡിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നീദർ നോർ വരുമ്പോൾ എന്ത് വരും, ഈദർ ഓർ വരുമ്പോൾ എന്ത് വരും, അല്ലെങ്കിൽ ആൻഡ് ഉപയോഗിച്ചിട്ട് രണ്ട് സാധനങ്ങളെ സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ മാരത്തോൺ. സോ again don't miss the marathon. ഓക്കെ, നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ നോക്കുക. ഒരു എഡിറ്റിംഗ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, ഒരു എഡിറ്റിംഗ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫ്യൂ എറേഴ്സ് ഹാവ് ബീൻ ക്രെപ്റ്റ് ഇൻ ടു ദ ഫോളോയിങ് സെന്റൻസ് എഡിറ്റഡ്. എറേഴ്സ് ഇൻ ദ ഫോളോയിങ് ഏരിയാസ് ആർട്ടിക്കിൾസ്, അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോമിൽ മിസ്റ്റേക്ക് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ടാവാം, സ്പെല്ലിങ്സ് ഉണ്ടാവാം, പ്രപ്പോസിഷൻസ് ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേഗം നോക്കാം. ഐ വുഡ് നോട്ടിസ്ഡ് തെറ്റാണ്. ഒരിക്കലും ഐ വുഡ് നോട്ടിസ്ഡ് എന്ന് പറയൂല. എന്താണ്, ഐ വുഡ് നോട്ടീസ് എന്നേ പറയുള്ളൂ, ഐ വുഡ് നോട്ടിസ്ഡ് എന്ന് പറയൂല. വുഡ് എന്ന് പറയുന്ന വേർഡില്ലേ, അതുപോലെ വില്ല് എന്ന് പറയുന്ന വേർഡില്ലേ, അതുപോലെ ക്യാൻ എന്ന് പറയുന്ന വേർഡില്ലേ, ഇതൊക്കെ മോഡൽ ഓക്സിലറീസ് എന്ന് പറയാം അല്ലെ. മോഡൽ ഓക്സിലറീസിൻ്റെ ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ് രൂപമാണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ശേഷം ഐ വിൽ കം എന്നാണ് പറയുക, ഐ വിൽ കെയിം എന്ന് പറയില്ല, ഐ വിൽ ഗോ എന്നാണ് പറയുക. ഐ വിൽ ഗോയിങ് എന്നോ അല്ലെങ്കിൽ ഐ വിൽ ഗോൺ എന്നോ ഐ വിൽ വെൻഡ് എന്നോ ഒന്നും നമ്മൾ പറയില്ല. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഇൻഫിനിറ്റീവ് രൂപം എന്ന് പറയും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. ആലോചിച്ചാൽ മതി, ഫ്യൂച്ചർ അല്ലേ. ഐ വുഡ് നോട്ടിസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ മിസ്റ്റേക്ക് അല്ലേ, അതെ. ഐ വുഡ് ഫ്യൂച്ചറാണ്, എന്നിട്ട് പറയുന്നുണ്ട് നോട്ടിസ്ഡ് ഇസ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ അവിടെ നോട്ടിസ്ഡ് അല്ല വരിക, എന്താ വരിക, നോട്ടീസ് ആണ് വരിക. ഓക്കെ, എന്നിട്ട് അടുത്ത മിസ്റ്റേക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ എ വുമൺ സിറ്റിംഗ് ബൈ എ സൈഡ് ഓഫ് ദ റോഡ്. തെറ്റാണ്. ബൈ എ സൈഡ് എന്നല്ല പറയാം, ആർട്ടിക്കലാണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലേ. ബൈ ദ സൈഡ് ഓഫ് എ റോഡ് എന്നാണ് പറയാം, ബൈ ദ സൈഡ് ഓഫ് എ റോഡ് എന്നാണ് നമ്മളെ ആൻസർ. നെക്സ്റ്റ്, പോർഷനിങ് ഔട്ട് ഓൾ ടു മീഗർ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മീഗറിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. MEAGER, മീഗർ, തുച്ഛമായ. എമൗണ്ട്സ് ഓഫ് എന്നാണ്, എമൗണ്ട് ടു എന്നാണ് അവർ തന്നിട്ടുള്ളത്. എമൗണ്ട്സ് ടു നമ്മൾ പറയില്ല, പറയുമ്പോൾ തന്നെ നമുക്ക് വരുന്നുണ്ട് എമൗണ്ട് ഓഫ് എന്നാണ് കറക്റ്റ് അല്ലേ. എമൗണ്ട്സ് ഓഫ് എന്നാണ് കറക്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര മിസ്റ്റേക്സ് ആയി? യെസ്, 4 മിസ്റ്റേക്ക് ആയില്ലേ. 4 മാർക്ക്, ഓരോന്നിനും ഓരോ മാർക്ക്, 4 മാർക്ക് 4 മിസ്റ്റേക്കിന്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു വുഡ് നോട്ടീസ് പറഞ്ഞു, ബൈ ദ സൈഡ് അല്ലേ, അതുപോലെ മീഗർ പറഞ്ഞു, ദെൻ എമൗണ്ട് ഓഫും പറഞ്ഞു. അങ്ങനെ നോക്കിയാലും മതി, കാരണം നമുക്ക് 10th സ്റ്റാൻഡേർഡിലെ പോലെ ഒന്നും അണ്ടർലൈൻ ചെയ്ത് തരില്ല, ഡാർക്കൻ ചെയ്ത് തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. എത്ര മിസ്റ്റേക്ക് ഉണ്ട് അത്ര മാർക്ക്, അല്ലെങ്കിൽ മാർക്ക് നോക്കിയിട്ട് മിസ്റ്റേക്കിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. ഇതാണ് 2024 ചോദിച്ചിട്ടുള്ള എഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഗ്രാമർ പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതിതാണ് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്കറിയാം, ഇർഫാൻ ആലം അതുപോലെ റിക്ഷ പുള്ളർ പിന്നെ ഇർഫാൻ ആലം 2 ഡയലോഗ്സ് അല്ല തന്നിട്ടുള്ളത്. ഒരു പാസേജ് പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഇർഫാൻ ആലം ടോൾഡ് അല്ലേ ദ റിക്ഷ പുള്ളർ ദാറ്റ് ഹി വാസ് തേഴ്സ്റ്റി ആൻഡ് ആസ്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ, ആൻഡ് ആസ്ക്ഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചോദ്യമാണ്. ഐ ആം സോ തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എന്താണ്, ഹി ടോൾഡ് ദാറ്റ് ഹി വാസ് വെരി തേഴ്സ്റ്റി എന്ന് പറഞ്ഞു. ഓക്കെ, ഹി വാസ് തേഴ്സ്റ്റി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ശേഷം ആൻഡ് ആസ്ക്ഡ്, അവിടെ നമ്മൾ ആൻഡ് ആസ്ക്ഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ആസ്ക്ഡ് എന്താ, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇഫിലോ വെതറിലോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ക്യാൻ യു ഗിവ് മീ സം വാട്ടർ എന്ന് ചോദിക്കുന്ന പകരം നമ്മൾ ഇഫ് ഹി കുഡ് ഗിവ് ഹിം സം വാട്ടർ എന്ന് നമ്മൾ ആക്കും. ഓക്കെ, എന്നിട്ട് ബാക്കി എങ്ങനെയാണ് പറയുക, അതിന് അടുത്ത സെൻറ്റൻസ് ഒന്നുമില്ല, അടുത്ത എന്താ പറയുക ലൈനിലൊന്നുമല്ല, നേരെ അതിന് കൂടെ തന്നെ നമുക്ക് എഴുതാം ദ റിക്ഷ പുള്ളർ സെഡ് സോറി അല്ലേ. ഇവിടെ സോറി ഇല്ലേ, അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാ, ഹി സെഡ് സോറി അല്ലെങ്കിൽ അപ്പോളജൈസ്ഡ് എന്ന് പറയാം. ആൻഡ് ടോൾഡ് ദാറ്റ് എന്താ പറഞ്ഞത്, ഹി ഡിഡിൻറ്റ് ക്യാരി വാട്ടർ അല്ലേ. ഹി ഡോണ്ട് ക്യാരി വാട്ടർ എന്നുള്ളത് എന്താവും, പാസ്റ്റ് ടെൻസ് ആവും. ഹി ഡിഡിൻറ്റ് ക്യാരി വാട്ടർ ബോട്ടിൽസ് ഇൻ ഹിസ് റിക്ഷ. ഓക്കെ, അപ്പോൾ ഇർഫാൻ ആലം നേരെ തന്നെ ഇർഫാൻ ആലം ടോൾഡ് ഹിം ദാറ്റ് he would buy 8 bottles of water and keep it in his rickshaw, and that for every bottle he sold, he sell എന്നുള്ളത് എന്താവും, സോൾഡ് ആവും. they will എന്നുള്ളത് വി എന്നുള്ളത് ദേ ആവുന്നു. they would make a profit of 2 rupees which they could split in half എന്ന് പറഞ്ഞ് നമുക്കതിനെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ ചെയ്ത് ശീലിക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ വേർഡ് ബൈ അല്ലെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ.
അപ്പോൾ ഇതും നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് പഠിപ്പിക്കാനാണ് നമ്മൾ എന്തുള്ളത് മാരത്തോൺ ഉള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോക്കകത്ത് എനിക്ക് ആൻസർ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് ചെയ്യാതിരിക്കുക, മാരത്തോൺ മിസ് ചെയ്യാതിരിക്കുക. ഇനി 2023 നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്തെല്ലാം ഏരിയാസിലാണ് ഇപ്പോൾ ഒരു ട്രെൻഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെ. അവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ എന്താ നോക്കുക, നീദർ ദ ഷൂസ് നോർ ദ ബാഗ് മാച്ച് ദ ഡ്രസ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും എന്ത് തന്നെയാണ്, ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ പോലെ തന്നെ ഏതാണ്, ഈസ് കോൺകേർഡ് ആണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. ഇവിടെ നീദറും നോറും വന്നാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഓക്കെ, നീദറും നോറും ഉപയോഗിച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സിംഗുലർ ആണോ നമ്മൾ ഉപയോഗിക്കുക, വെർബ് പ്ലൂറൽ ആണോ നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇവിടെ സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അതുകൊണ്ട് മാച്ചസ് ആണ് ആൻസർ വരിക. ഓക്കെ, അതെങ്ങനെ വന്നു, അതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ അവിടെ പറയും. ഓക്കെ, നെക്സ്റ്റ്, ദ ട്രൗസേഴ്സ് നീഡ് ഡാഷ് ടു ബി അയൺഡ്. ഇവിടെയും നമ്മൾ ട്രൗസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ദീസ് ട്രൗസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ ബൈനോക്കുലേഴ്സ് എന്ന് പറയുന്നതിനെ ഒക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളെ ആൻസർ എന്താണ്, നീഡാണ് പറയേണ്ടത്. ഓക്കെ, പക്ഷേ ഫലത്തിൽ പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലേ, പക്ഷേ നമ്മൾ അതിന് രണ്ട് കാലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കണ്ണടകി രണ്ട് കാലുള്ളത് കൊണ്ട്, ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കുക. അത് എന്താണ്, പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അവിടെ നമ്മൾ നീഡ് തന്നെയാണ് ആൻസർ വരിക എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ഈ ഗീവ് റീസൺ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, വിമൻ ഡിസേർവ് ഈക്വൽ 2 പോയിന്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വിഷയമല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റൈറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും അത് പറയും. എഡിറ്റിംഗ് വന്നിട്ടുണ്ട്, ഈ ഒരു ഇയറും എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ ആദ്യം ടുഡേ ഓവർ 50 years later the stream have dried up അല്ലേ, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദ സ്ട്രീം എന്ന് പറയുമ്പോൾ എത്ര എണ്ണാണ്, ഒരെണ്ണേ ഉള്ളൂ, അരുവി എന്നാണ് പറയുമ്പോൾ. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്ലൂരലാണ്. അപ്പോൾ സ്ട്രീം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ അല്ലേ ഉപയോഗിക്കേണ്ടത്, ഹാസ് എസ് ഫോർ സിംഗുലർ. അപ്പോൾ ഏതൊക്കെയാണ് സാറേ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വേർബ്സ്, ഈസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, അതുപോലെ തന്നെ ഡസ് സിംഗുലർ ആണ്, അതുപോലെ ഹാസ് സിംഗുലർ ആണ്. നേരത്തെ പറഞ്ഞ നമ്മൾ പ്ലേസ് എന്ന് പറയുന്ന വെർബ് അല്ലേ സിംഗുലർ ആണ്. ഈ സിംഗുലേഴ്സിലൊക്കെ എസ് ഇങ്ങനെ അവസാനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും എന്നത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ദ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, അപ്പോൾ ഹാസ് എന്നാണ് വരുന്നത്, ഹാവ് അല്ല വരേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വിമൻ വാക്സ് ലോങ് ഡിസ്റ്റൻസ്. അത് തെറ്റാണ് അല്ലേ. വിമിൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, വുമൺ ആണ് സിംഗുലർ. വിമിൻ MEN എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറലായി. പിന്നെ അവിടെ എങ്ങനെയാണ് നമ്മൾ വാക്സ് ഉപയോഗിക്കുക, വാക്സ് എസ് ഫോർ സിംഗുലർ അല്ലേ, അപ്പോൾ അവിടെ എന്താ വേണ്ടത്, വാക്ക് മതി. ലോങ് ഡിസ്റ്റൻസസ് ടു വാച്ച് വിച്ച് ഇസ് നോട്ട് ഓൾവേസ് ക്ലീൻ അല്ലേ. ഡിസ്റ്റൻസസ് ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസസ് ടു വാട്ടർ വിച്ച് ഇസ് ഓക്കെ, ലോങ് ഡിസ്റ്റൻസസ് ടു വാട്ടർ which is not always clean. Okay, then yes, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസസ് ടു വാട്ടർ അതാണ് പറഞ്ഞിട്ട് ശരിയാവത്തത്. ലോങ് ഡിസ്റ്റൻസസ് ടു വാട്ടർ ആണോ, അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി എന്നാണ് അർത്ഥത്തിലാണ് വേണ്ടത് അല്ലേ. they walk, women walk long distances for water which is not always clean, and children never knew അല്ലെങ്കിൽ know what they has lost. they എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ് അല്ലേ, ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ആണോ, അല്ല കോൺകോഡ് റെഡി ആവുന്നില്ലല്ലോ. അപ്പോൾ പ്ലൂറലും ആക്കണം. നമ്മൾ ദേയുടെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, ഹാസ് ആണോ ഹാവ് ആണോ, ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഹാവ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് വന്നു, ഇവിടെ നമ്മൾ ഹാവിനെ ഹാസ് ആക്കി, ഇവിടെ നമ്മൾ വോക്സിനെ വോക്ക് ആക്കി, ഇവിടെ 2 എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ 4 ആക്കി, ഇവിടെ അതുപോലെ ഹാസിനെ ഹാവും ആക്കി. 4 മാർക്ക്, 4 മിസ്റ്റേക്സ്. ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റിങ്ങിൽ കണ്ടുപിടിക്കാം. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ഈസിയാന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2023 വന്നിട്ടുള്ളത്. അതും എന്താ പറയുക, ആദ്യത്തെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, രണ്ടാമത്തതും സ്റ്റേറ്റ്മെൻ്റ് ആണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വരുന്നുണ്ട്, അത് മൂന്നാമത്തും സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക് തോന്നിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് കുറച്ച് എന്താ പറയുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അല്ലെങ്കിൽ തെറ്റിക്കാതെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് എഴുതുകയുള്ളൂ. കാരണം ഒരു പാസേജ് ആയിട്ടാണല്ലോ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഒന്ന് ഫ്രേസൽ വേർബ്സ് ആണ്, അഡ്വൈസ് ഉണ്ട് അല്ലേ,
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കോൺകോഡാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്, പ്രപ്പോഷൻസ് വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രപ്പോഷൻ വന്നിട്ടുണ്ട്. 2-4 ആക്കിയതും അല്ലെ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു പ്രപ്പോഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്രപ്പോഷൻ തന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എഡിറ്റിംഗ് വന്നിട്ടുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് വന്നിട്ടുണ്ട്. ഈ ഏരിയ കോറായിട്ട് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, ഫോക്കസ് ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മാരത്തോണിൽ വരിക, അടിപൊളിയാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ വാരി വലിച്ച് കുറേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സെറ്റാക്കി മാർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെ നമുക്ക് അവിടെ കാണാം.